വിവരങ്ങളുമായി നമുക്കൊപ്പം ലേബി സജീന്ദ്രനും ഒപ്പം സൈഫുനിസ അലിയാറും തത്സമയം ചേരുന്നുണ്ട്. സൈഫ്, ആദ്യം ഞാനൊന്ന് ലേബിയിലേക്ക് പോയിരാം. ലേബി, ഈ 3 മാസത്തിന്റെ സമയപരിധി പോരാ എന്നാണ് സി രാമചന്ദ്രൻ നായർ പറയുന്നത്. മാത്രവുമല്ല, ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊന്നും തനിക്കറിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. എത്ര പേർ അഫക്റ്റഡ് ആണ്? 614 കുടുംബങ്ങളുണ്ട്. 12 പേർക്കാണ് നോട്ടീസ് കിട്ടിയതെങ്കിലും മുഴുവൻ ആളുകളുടെയും വിഷയം പഠിച്ചു വരാൻ സ്വാഭാവികമായും സമയമെടുക്കും. അങ്ങനെ വന്നാൽ അത് സമരക്കാരുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്യും, അല്ലേ ലേബി? സ്വാഭാവികമായും ഡോക്ടർ അരുൺ, ഇന്നലെ വൈകിട്ട് തന്നെ മുനമ്പം നിവാസികളെല്ലാം സമിതിക്കാരെല്ലാവരും പങ്കുവച്ചൊരു ആശങ്കയും ഇതുതന്നെയാണ്. 609 കുടുംബങ്ങൾ കുടിയിറക്കൽ ഭീഷണി നേരിടുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും ആധാരം പരിശോധിച്ച് ഒരു നടപടിക്രമങ്ങളിലേക്ക് ജുഡീഷ്യൽ കമ്മീഷൻ കടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് കാലതാമസം നേരിടേണ്ടി വരും എന്നുള്ള ആശങ്ക ഇന്നലെ തന്നെ അവർ പങ്കുവച്ചു കഴിഞ്ഞു. ജുഡീഷ്യൽ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ സങ്കീർണമായ ഒരു നിയമപ്രശ്നമാണ്. ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ നേരത്തെ ഹൈക്കോടതിയുടെ മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളാണ്. അദ്ദേഹം നിരവധി ഡസനോളം സംസ്ഥാന സർക്കാരിൻ്റെ, അത് ഇടതു സർക്കാരിൻ്റെയും അതുപോലെ തന്നെ UDF സർക്കാരിൻ്റെയും വിവിധ കമ്മീഷൻ ആയിരുന്ന ആളാണ്. വളരെ കൃത്യമായ റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ഒരു വിഷയത്തിൽ പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ അതിൻ്റെതായ സ്വാഭാവികമായും അതിൻ്റെ സമയമെടുക്കും. അതുതന്നെയാണ് അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചതും. ഈ 3 മാസം എന്നുള്ളത് വളരെ ചുരുങ്ങിയ സമയമാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം. ഇത്രയും നിയമപ്രശ്നം ഉള്ള ഒരു വിഷയത്തിൽ ഓരോ ആധാരങ്ങളും പരിശോധിച്ച് അതിൻ്റെ നിയമക്കുരുക്കുകൾ ഓരോന്നായി അഴിച്ച് നിയമപ്രശ്നങ്ങൾ പരിഹരിച്ച് വേണം കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കാൻ. അതിൻ്റെ ആശങ്കയാണ് കമ്മീഷൻ ഇന്ന് നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. കമ്മീഷൻ എടുക്കുന്ന കാലതാമസത്തിൻ്റെ ആശങ്കയാണ് മുനമ്പം നിവാസികളും പങ്കുവച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് വളരെ സങ്കീർണമായ ഒരു നിയമപ്രശ്നം തന്നെയാണ് ഡോക്ടർ അരുൺ. അത് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരെ പോലെ അത് ഡാം സേഫ്റ്റി ആയാലും അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണ കമ്മീഷനൊക്കെ ആയിരുന്നപ്പോൾ അദ്ദേഹം വളരെ അവധാനതയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി വിഷയങ്ങൾ പഠിച്ച് സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സൂക്ഷ്മമായി പഠിച്ച് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കൂ എന്നുള്ള കാര്യവും ഉറപ്പാണ്. അതിന് കൂടുതൽ സമയം വേണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ അരുൺ, ഓക്കെ ലേബി, അതൊരു ആശങ്കപ്പെടുത്തുന്നതാണ്. പ്രത്യേകിച്ച് സമരക്കാരെ സംബന്ധിച്ച് 3 മാസത്തിനുള്ളിൽ ഈ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാവുകയും ചെയ്തു.